ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും ദൈവവചന ശുശ്രൂഷയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 4ാമത്തെ എപ്പിസോഡാണ് ദൈവമക്കൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം. അതിൽ പ്രധാനപ്പെട്ട ഒരു തിരുവചനത്തെക്കുറിച്ചും ആ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണ്. ഇമ്മാനുവൽ ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുക്കി തന്ന തിരുവചനമാണ്. അതുപോലെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് മക്കൾക്ക് പല പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ആ വചനം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങൾ, അതുകൊണ്ട് ഒരു 10,000-ഓളം സാക്ഷ്യങ്ങൾ ശുശ്രൂഷ മേഖലകളിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വചനത്തെക്കുറിച്ചുമാണ് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വചനം മനസ്സിലാവുന്ന ഒരു വചനമാണ്. ഈസിയായിട്ട് നമുക്ക് പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചുമാണ് ഈ സന്ദേശത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ എന്നെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പേര് ഇമ്മാനുവലാണ്. ഞാൻ കോട്ടയത്തിൽ നിന്നാണ് ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ലോക രാജ്യങ്ങളിലെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവവചനം എത്തിക്കുക എന്നും അതുപോലെ അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തമ്പുരാൻ അതിലൂടെ ഒരുക്കി കൊടുക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട്, ഈ വചനം കൊണ്ട് പ്രവർത്തിക്കുമോ, ഈ വചനം എങ്ങനെ പ്രവർത്തിക്കും, ഈ വചനം ആണോ പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകാം. എനിക്കും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യ കാലഘട്ടത്തിൽ അട്ടപ്പാടി ശിഖയിൽ പോയി ഒരു ധ്യാനം കൂടി. ആ ധ്യാനം കൂടിയ സമയത്ത് തമ്പുരാനോട് ചോദിച്ചത്, ഈ വചനം എങ്ങനെ പ്രവർത്തിക്കും, ഈ വചനം പ്രവർത്തിക്കുന്ന വചനമാണോ, ഒരു വചനം കൊണ്ട് നമ്മുടെ ജീവിതം മാറുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. കാരണം എൻ്റെ അജ്ഞതയുടെ കാലഘട്ടം എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ മേ ബി എന്നെ ശ്രമിക്കുന്ന മക്കൾക്ക് പല ആളുകൾക്കും സംശയം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ കുറ്റമല്ല, കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഞാനും അത് തന്നെയാണ് സംഭവിച്ചത്. പിന്നീട് ശരിയാണ്, ദൈവവചനം പ്രവർത്തിക്കുമെന്നും ദൈവവചനത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവൻ പോലും നിലനിർത്താൻ പറ്റുമെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ കാര്യങ്ങൾ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി സ്പിരിച്വൽ വചന സന്ദേശം കൂടാതെ ബ്രദറിന്റെ ജീവിതത്തിലെ ദൈവം പ്രവർത്തിച്ച ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. കാരണം ഒരു 1000-കണക്കിന് സാക്ഷ്യം പറയാൻ തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഞാൻ അത് പ്രത്യേകിച്ചും അടുത്ത ഘട്ടമായിട്ട് ദൈവം തന്ന അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം ഓരോ ദിവസമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം ഹൃദയം തൊട്ടുള്ള സാക്ഷ്യമാണ്. 100% റിയാലിറ്റിയാണ് ബ്രദർ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക, അല്ലാത്തവരെ നമുക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങളിലൊന്നുമില്ല. എല്ലാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വചന ശുശ്രൂഷ പറ്റുമെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാ ദൈവമക്കളോടും, നിങ്ങളെല്ലാവരും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്. അതിന് കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ശ്രമിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ 1 മിനിറ്റ് കണ്ടിട്ട് സ്കിപ്പായിട്ട് ഓടി രക്ഷപ്പെടും. അങ്ങനെ ആവരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ദൈവനാമത്തിൽ. കാരണം ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. അതുപോലെ വചനം ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടി ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തോട് നന്ദി പറയാം. എനിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പ്രധാനമായിട്ടും നമ്മൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനമാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ആദ്യം യേശയ്യാ 41 വായിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്ന വഴിയെ അതിൻ്റെ പ്രാധാന്യം നമുക്കത് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം യേശയ്യാ 41 വായിച്ചിട്ട് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ നമ്മുടെ വചനത്തിൽ സാധിക്കുമെന്നും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അനുഭവമാണ് സത്യം. അനുഭവം ഇല്ലാത്തതിനെ കുറിച്ച് ബ്രദർ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പറഞ്ഞു തരത്തില്ല. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഇന്നെല്ലാം ഫേക്കാണ്. റിയാലിറ്റി ആർക്കും ആവശ്യമില്ല. ഞാൻ പറയുന്നു, റിയാലിറ്റിയാണ് സത്യം. അതാണ്
ജീവിക്കുന്ന ദൈവമായ പോലെ തമ്പുരാൻ. അതാണ് ഈ ക്രൂശിതൻ. ക്രൂശിതനാണ് അറിയാം, ഇത് സത്യമാണ്. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ ഏതാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ക്രൂശിതനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈശോയെ നമുക്ക് വിശ്വസിക്കാം. ഈശോയുടെ വചനം നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ആ വചനം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു, ഹൃദയം തൊട്ട് ഉറപ്പ് പറയുന്നു. പ്രത്യേകിച്ചും നമുക്ക് ആദ്യമായിട്ട് നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം ഒന്ന് വായിക്കാം. മേ ബി ഇത് നിങ്ങൾ ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും. കാരണം നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ അത് അനുഗ്രഹത്തിന്റെ ഒരു വാതിലാണ്. വചനം നിങ്ങൾ ശ്രമിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. തുടർന്ന് വായിക്കാം. വായിക്കുമ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ ഒരു ബൈബിൾ എടുത്തിട്ട് എൻ്റെ കൂടെ ഒന്ന് വായിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തമ്പുരാൻ കർത്താവ് അനുഗ്രഹിക്കും. ഇത് ജീവനിലേക്കുള്ള ഒരു വാതിലാണ്. നിങ്ങൾ ആരെങ്കിലും മനപ്രയാസം, ഭാരം, അസ്വസ്ഥത, ആകുലത, നിരാശ, മരണവെപ്രാളം, മരണചിന്ത, അല്ലെങ്കിൽ ഒന്നും ശരിയാവുന്നില്ല എന്ന ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം വിശുദ്ധ ഗ്രന്ഥം എടുത്തൊന്ന് വായിച്ച് ധ്യാനിച്ച് നോക്കുക. മീൻസ് എൻ്റെ കൂടെ തന്നെ ഒന്ന് വായിക്കുക. ഞാൻ വായിക്കാം. ദൈവവചനം ഒന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. യെശയ്യാ 41-ാം അധ്യായം. തീരദേശങ്ങളെ നിശബ്ദമായിരുന്ന് എൻ്റെ വാക്കു കേൾക്കുക. ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ, അടുത്തു വന്ന് സംസാരിക്കട്ടെ. നമുക്ക് വിധിക്കായി ഒരുമിച്ച് കൂടാം. ഓരോ കാൽവയ്പിലും വിജയം വരിക്കുന്ന കിഴക്ക് നിന്ന് വരുന്നവനെ ഉയർത്തിയത് ആരെ? രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ അവിടുന്ന് ജനതകളെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. വാളുകൊണ്ട് അവൻ അവരെ പൊടി പോലെ ആക്കി. വില്ലുകൊണ്ട് കാറ്റിൽ പറക്കുന്ന വൈക്കോൽ പോലെ അവരെ അനുധാവനം ചെയ്യുന്നവൻ സുരക്ഷിതനായി കടന്നു പോകുന്നു. അവന്റെ കാലടികൾ പാതയിൽ സ്പർശിക്കുന്നു പോലുമില്ല. ആരംഭം മുതൽ തലമുറകൾക്ക് ഉന്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ്? ആദിയിലുള്ളവനും അവസാനത്തവനോട് കൂടി ഉള്ളവരുമായ കർത്താവായ ഞാനാണ്. ഞാൻ തന്നെ അവൻ. തീരദേശങ്ങൾ കണ്ടു ഭയപ്പെടുന്നു, ഭൂമിയുടെ അതിർത്തികൾ വിറകൊള്ളുന്നു. അവർ ഒരുമിച്ച് അടുത്തു വരുന്നു, ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു. ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു. വിളക്കിയതോ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ശില്പി സ്വർണ്ണപ്പണിക്കാരനെയും ലോഹപ്പണിക്കാരൻ കൂടത്തിലടിക്കുന്നവനെയും അഭിനന്ദിക്കുന്നു. ഇളകാതിരിക്കാൻ അവർ അവ ആണി കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹത്തിന്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദൂഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതായിത്തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മോതിവണ്ടിയാക്കും. നീ മലകളെ മതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവു വരണ്ടു പോകുമ്പോൾ
കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല. താഴ്മലകളിലും നദികളിലും താഴ്വരകളിലും മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരൊഴുകിയുമാക്കും. മരുഭൂമിയിൽ ദേവദാരു, കരുവേലകം, കൊളുന്ത്, ഒലിവ് എന്നിവ ഞാൻ നടും. മണലാരണ്യത്തിൽ സരള വൃക്ഷവും പൈൻ മരവും പൊന്നയും വച്ചു പിടിപ്പിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ട് അറിയാനും ചിന്തിച്ചു മനസ്സിലാക്കുവാനും വേണ്ടി തന്നെ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പരാതി കൊണ്ടുവരുവിൻ. യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു, നിങ്ങളുടെ തെളിവുകൾ ഉന്നയിക്കുവിൻ. തെളിവുകൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ എങ്ങനെയാക്കുമെന്ന് കാണിക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ പറയുക. നമുക്കത് പരിഗണിച്ച് അവയുടെ പരിണിത ഫലം എന്തെന്നറിയാം. അല്ലെങ്കിൽ വരാനിരിക്കുന്നതോ ഞങ്ങളോട് പ്രസ്താവിക്കുക. നിങ്ങൾ ദേവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാതിരിക്കുന്നതെന്ന് ഞങ്ങളോട് പറയുക. ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മയിപ്പിക്കുകയോ ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുക. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. നിങ്ങളെ തിരഞ്ഞെടുത്തവൻ മ്ലേച്ഛനാണ്. ഞാൻ വടക്ക് നിന്ന് ഒരുവനെ തട്ടി ഉണർത്തി. അവൻ വന്നു. കിഴക്ക് നിന്ന് ഞാൻ അവനെ പേര് ചൊല്ലി വിളിച്ചു. കുമ്മായം കൂട്ടുന്നത് പോലെയും കുശവൻ കളിമണ്ണ് കുഴക്കുന്നത് പോലെയും അവൻ ഭരണാധിപന്മാരെ ചവിട്ടിമുടിക്കും. നമ്മൾ അറിയുന്നതിന് ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞത് ആരാണ്? അവൻ ചെയ്തത് ശരിയാണെന്ന് ആളെ കൂട്ടി നമ്മൾ പറയുവാൻ ആരാണ് ഇത് നമ്മോട് പ്രസ്താവിച്ചത്? ആരും അത് വെളിപ്പെടുത്തുകയോ മുൻകൂട്ടി പറയുകയോ ചെയ്തില്ല. ആരും കേട്ടിട്ടുമില്ല. ഞാൻ ആദ്യം സിയോനി വാർത്ത നൽകി. ഈ സദ്വാർത്ത അറിയിക്കുവാൻ ജെറൂസലേമിലേക്ക് ഞാനൊരു ദൂതനയക്കും. ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ അവിടെ ഇടയിൽ ഒരു ഉപദേശകനുമില്ലായിരുന്നു. അവരെല്ലാവരും വിദ്യയാണ്, അവർ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റുപോലെ ശൂന്യമാണ്. യേശുവിന്റെ ആരാധന. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വചന സന്ദേശം ശ്രമിച്ചു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ എല്ലാവരോടും തമ്പുരാൻ കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ഭയപ്പെടേണ്ട. നിങ്ങളിൽ പലരും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോഴും പല അസ്വസ്ഥതകൾ വരുമ്പോഴും ഭയപ്പെടുന്നു. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുവൻ തന്നെയാണ് ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് കേൾക്കുകയും ഭയവും അവരിലേക്ക് ഉള്ള വ്യക്തിയായിരുന്നു. പിന്നീട് തമ്പുരാന്റെ വചനത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? എന്താണ് ഭയത്തിന് കാര്യം? ഒരു കാര്യമില്ലാതെ വെറുതെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾ ഭയപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തമ്പുരാൻ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭയം മാറ്റുക. നിങ്ങളിൽ ഭയമുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കുറച്ച് കാലതാമസമെടുത്തു. ഭയം മാറ്റുക. പൂർണ്ണമായിട്ടും തമ്പുരാനിൽ സമർപ്പണമാവുക. യേശയ്യ 41:10 വചനം പറയുന്നു, നിങ്ങൾ ആ വചനം പൂർണ്ണ ഹൃദയത്തോടുകൂടി പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണ ശക്തിയോടുകൂടി ധ്യാനിക്കുക. എന്താണ് വചനം ധ്യാനിക്കുക? വചനം നിങ്ങൾ ഒരു 33 തവണയോ അല്ലെങ്കിൽ 1000 തവണയൊക്കെ എഴുതിയിട്ടോ ചൊല്ലിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതാണ് വചനം ധ്യാനിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം. അപ്പോൾ വലിയൊരു അഭിഷേകം നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ഭയത്തിന്റെ ആത്മാവിനെ തമ്പുരാൻ കർത്താവ് പൊട്ടിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. യേശയ്യ 41:10 ബ്രദർ പറഞ്ഞു തരാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതാണ് ദൈവം പറയുന്നത്. ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നിങ്ങളെല്ലാവരെയും നിങ്ങളെയും പൂർണ്ണമായിട്ടും സഹായിക്കുമെന്നാണ് പറയുന്നത്. ദൈവം തരുന്ന വാഗ്ദാനം ശരിയാണ്. നിങ്ങൾ ദൈവത്തോടാണെങ്കിൽ ഈ തമ്പുരാൻ കർത്താവ് സഹായിക്കും. അതുപോലെ തന്നെ എന്ത് പ്രതിസന്ധി വന്നെങ്കിലും ആ തമ്പുരാൻ കർത്താവ് ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും.
തമ്പുരാന്റെ ആ വിജയകരമായ പൊൻകര നമ്മളിൽ ഉണ്ടാകുമെന്നാണ് ദൈവം തരുന്ന വാഗ്ദാനം. നമ്മൾ ദൈവം തരുന്ന വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയും പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയും ചെയ്യുക. ദൈവാശ്രയം പൂർണ്ണമായിട്ടും പ്രാപിക്കുക. അതിനാ വചനം ധ്യാനിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഞാൻ ഒരു റിക്വസ്റ്റ് വെക്കുന്നു, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വചനം യെശയ്യാ 41:10 ഇതെൻ്റെ ജീവിതത്തിൽ ഭയം മാറ്റിയ വചനമാണ്. നമ്മൾ ഈ വചനം ധ്യാനിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഭയം എന്ന ആ ദുർബോധം നമ്മളിൽ നിന്ന് വിട്ടുമാറിപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം പ്രവർത്തിച്ചില്ല എന്നോർത്ത് നിങ്ങൾ അത് ഒഴിവാക്കരുത്. ഒരു 10, 20, 30, 33 ദിവസമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് ഒരുപാട് പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം സാക്ഷ്യപ്പെടുത്താവുന്നതാണ്. ഭയം മാറ്റി തമ്പുരാന്റെ പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരിക. ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള വാതിൽ ഇതാണ് ഒന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം തന്ന, ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് മക്കൾക്ക് അനുഗ്രഹപ്രദമായിട്ടുള്ള വചനമാണ് യെശയ്യാ 41:10. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1000 തവണയ്ക്ക് എഴുതി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ സന്ദേശത്തിൽ ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 41 1 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ, 1 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ച് ധ്യാനിച്ച് നോക്കുക. കാരണം നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു മകൾ പറഞ്ഞ ഒരു അത്ഭുത സാക്ഷ്യം ഹൃദയത്തിലേക്ക് എനിക്ക് സ്പർശിച്ചിട്ടുണ്ട്. ആ സാക്ഷ്യം ഇതാണ്. ആ മകൾക്ക് വർഷങ്ങളായിട്ട് ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു രോഗം, ശ്വാസ തടസ്സം പോലുള്ള ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മരണം പോലും തൊട്ടടുത്ത് കണ്ട ഒരു വലിയൊരു ക്രൈസിസ്. അപ്പോൾ ആ മകളിലേക്ക് ആ ദൈവവചനം പ്രവർത്തിച്ചു എന്നും വലിയൊരു മാറ്റം ആ മകളിലേക്ക് വന്നു. ഡോക്ടർ തന്നെ വിധി എഴുതി, ഇനിയും ഒന്നും ചെയ്യാനില്ല, ഇനി ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ ആ മകൾ ആ പ്രയാസമുള്ള സമയങ്ങളിൽ, ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രന്ഥം ആരോ കൊടുത്തിരുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. ആ ഗ്രന്ഥം എടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ 1 മാസം 2 മാസം സംതിങ് ആ മകൾ ആ വചനം വായിച്ച് അങ്ങനെ തമ്പുരാന്റെ കൃപയിലേക്ക് എത്തി. അപ്പോൾ തമ്പുരാന്റെ ഒരു സ്പർശനം ഉണ്ടായി എന്നാണ് അറിയാൻ പറ്റിയത്, സാക്ഷ്യപ്പെടുത്തിയത്. അതൊരു റിയാലിറ്റിയാണ്, എനിക്കറിയുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ ആ വചനം ആ മകളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ആ വചനത്തിൻ്റെ ശക്തിയാൽ ആ മകൾ പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. പൂർണ്ണമായിട്ട് പിന്നീട് ആ രോഗാവസ്ഥ ആ മകളെ ബാധിച്ചിട്ടില്ല. കാരണം കർത്താവിൻ്റെ വചനം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ബ്രദർ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും മനപ്രയാസം, ഭാരം, അസ്വസ്ഥത, ആകുലത, നിരാശ, അല്ലെങ്കിൽ ആത്മഹത്യ ടെൻഡൻസി, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, എനിക്കിനി ജീവിക്കാൻ മുന്നോട്ട് വഴിയില്ല എന്നും, അല്ലെങ്കിൽ ദൈവമില്ല എന്നും ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നും പിറുപിറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന ദൈവനാമത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ചെറിയൊരു കാര്യം നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നിന്ന് വായിച്ച് ധ്യാനിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ആ വചനം നിങ്ങൾക്കുള്ള വചനമാണ്. ആ വചനം ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ആയിട്ട് എഴുതിക്കൊണ്ടേ പോവുക. ദൈവം സഹായകനെ അയക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ ചിന്തിക്കും, ഒരു വചനം എഴുതിയാലും പ്രാർത്ഥിച്ചാലും എന്താ അത്ഭുതം നടക്കുമോ? അത്ഭുതം നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ അത്ഭുതങ്ങളുടെ രാജാവ് അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇതാണ് റിയാലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താവുന്നതാണ്. ബ്രദർ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നിങ്ങളോട് പറയത്തില്ല. കാരണം ഈ ലോകം പഴയതുപോലെ അല്ല. ഇന്നെല്ലാവരും ഫിസിക്കൽ യുഗത്തിലല്ല ജീവിക്കുന്നത്, ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ യുഗത്തിലുള്ള മനുഷ്യരുടെ സ്വഭാവ രീതികളും ജീവിത രീതിയും വിഭിന്നമാണ്. പഴയ കാലത്താണെങ്കിൽ നമ്മുടെയൊക്കെ പിതാക്കന്മാരോട് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അനുസരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ആളുകളോട് പറഞ്ഞാൽ അവരിതിനെയൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഈ വിശുദ്ധ ഗ്രന്ഥം
ഈ ദൈവവചനം സത്യമാകുന്നു. ഇതിൽ 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ മനുഷ്യരെയും, എല്ലാ യുവാക്കാരെയും, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും സംസാരത്തിലോ മറ്റു കാര്യത്തിലോ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളൊക്കെ പറ്റിയാൽ നിങ്ങളുടെ സഹോദരനായിട്ട് അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തമ്പുരാൻ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ അവസരം തന്നത്. അതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്നെ ശ്രവിക്കുന്ന ഇത് കേൾക്കുന്ന ദൈവമക്കളോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏശയ്യ 41:10, അതുപോലെ തന്നെ ഏശയ്യ 41:11, 12, 13 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ശത്രുവോ പൈശാചിക പീഡകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്നെ ദോഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതായിരിക്കും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. തീർച്ചയായിട്ടും തമ്പുരാൻ കർത്താവ് നിങ്ങളോട് ഈ നിമിഷം ആ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എൻ്റെ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ധ്യാനിക്കുക. പറ്റുമെങ്കിൽ ബ്രദർ പറഞ്ഞു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് അഭിഷേകം പ്രാപിക്കുക. ദൈവാനുഗ്രഹം കിട്ടിയെങ്കിൽ പറ്റുമെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് അറിയാവർക്കും പല വ്യക്തികൾക്കും ഇതൊരു സ്പിരിച്വൽ ചാനലാണ്. ദൈവവചനവും ദൈവശുശ്രൂഷയുമാണ് പ്രധാനമായിട്ടും ബ്രദർ ആഗ്രഹിക്കുന്നത്. പ്രതിഫലമോ പാരിതോഷികത്തിനോ സമ്പത്തിനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഒരിക്കലുമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ബാക്കി എല്ലാം നമ്മൾ ജോലി ചെയ്യുക. വേതനം തരേണ്ടത് ആരാണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. ആരാണ് വേതനം തരേണ്ടത്? ഞാൻ വിശ്വസിക്കുന്നത് ഈ ദൈവത്തെയാണ്. ഈ തമ്പുരാൻ കർത്താവാണ് വേതനം തരേണ്ടത്. ഞാൻ ഒരിക്കലും വേതനം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടത് ദൈവം തമ്പുരാൻ കർത്താവ് തക്ക സമയത്ത് ഒരുക്കി തരും. ഇന്ന് വരെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് 2018 തമ്പുരാൻ കർത്താവിനെ അറിയുന്നത്, മാനസാന്തരപ്പെടുന്നത്, ദൈവത്തെ പൂർണ്ണമായിട്ടും അറിയുന്നത്. നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ഈ ലോകത്തെ സിസ്റ്റത്തിൽ നമ്മൾ ജീവിച്ച് നമുക്ക് ദൈവത്തെ മറന്നുപോയി ജീവിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തെ അറിയാതെ ജീവിച്ച കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ധ്യാനത്തിലൂടെ തമ്പുരാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അറിയാനും സാധിച്ചു. അവിടുത്തെ സ്നേഹം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചു. ഇതൊരു ഫിലോസഫി, കെട്ടുകഥകളോ ഒന്നുമല്ല, അനുഭവമാണ് ഞാൻ പറയുന്നത്. അതിലുള്ള കാര്യങ്ങൾ സാക്ഷ്യത്തിൻ്റെ രൂപത്തിൽ ബ്രദർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് 1 മുതൽ 100 വരെയുള്ള എപ്പിസോഡ് ഉണ്ടാവും. ദൈവാനുഗ്രഹം ഉണ്ടായ വഴികളും ദൈവത്തെ അറിയാൻ പറ്റിയ സാഹചര്യവും ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സാക്ഷ്യരൂപത്തിൽ ബ്രദർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ മാറ്റർ ദൈവവചനമാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ വചനം പറ്റുമെങ്കിൽ ദൈവവചനം എല്ലാ മക്കളും കുഞ്ഞുങ്ങളും മാതാപിതാക്കളൊക്കെ ഹൃദയിരിക്കുമ്പോൾ ഒന്ന് വായിച്ച് ധ്യാനിക്കുക. നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്തവർ പറ്റുമെങ്കിൽ ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ച് ദൈവവചനം കേൾക്കാവുന്നതാണ്. ദൈവവചനം കേൾക്കുന്നതും ദൈവാനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിനി പ്രാർത്ഥനയിലേക്ക് കടക്കാം. ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ വലിയൊരു സന്ദേശം നിങ്ങളുടെയും കുടുംബത്തിലെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലേക്ക് ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വലിയൊരു സ്നേഹം നിങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം നിങ്ങളിലേക്ക് ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. ദൈവമേ, എൻ്റെ കർത്താവെ, പുരുഷനായ കൊണ്ട് തമ്പുരാനെ, ഈ സന്ദേശം കേൾക്കുന്ന, ഈ വചന സന്ദേശം കേൾക്കുന്ന, ശ്രവിക്കുന്ന അനേകർക്ക് അഭിഷേകമായിട്ടും അനുഗ്രഹമായിട്ടും വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുവാനും അഭിഷേകം പ്രാപിക്കുവാനുള്ള കൃപ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങയുടെ വലിയൊരു സ്പർശനം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു സ്നേഹം നിറയട്ടെ. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കരുണ നിറയട്ടെ. ശിവാരാധന, 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 ആരാധന. ഹാലേലിയ, 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 ശിവാരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ,
ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തടസ്സമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പല മാതാപിതാക്കളും മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദൈവമേ, അങ്ങയുടെ വചനത്തിലേക്ക് ആഴത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുപോലെ വൈദികന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ലോകരാജ്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തമ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ പ്രവൃത്തി മേഖലകളിലും, ജോലി മേഖലകളിലും, എല്ലാ മേഖലകളും ദൈവമേ അങ്ങയുടെ കൃപ, അങ്ങനത്തെ ശക്തമായിട്ടുള്ള കൃപ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പുരുഷനായ കർത്താവെ, കൽവരിമലയിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ മക്കൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും ബ്രദറിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവമാതാവിനോട് ജപമാല ചൊല്ലി ബ്രദറിന് വേണ്ടിയിട്ടും ശക്തമായിട്ട് ശുശ്രൂഷ ശക്തമായിട്ട് കൊണ്ടുപോകാനും ഒരുപാട് ആക്റ്റീവായിട്ട് നല്ല ദൈവത്തിന്റെ കൃപയിലും കരുണയിലും ദൈവസ്നേഹത്തിലും ശക്തമായിട്ട് തമ്പുരാന്റെ വചനം പ്രഘോഷിക്കുവാനുള്ള ശക്തി വ്യാപരിക്കുവാനും വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ വലിയ സ്നേഹം വ്യാപരിക്കട്ടെ കർത്താവിന്റെ വലിയൊരു കരുണ വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങളെല്ലാവരെയും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട് ഈശോയെ, ഈശോയുടെ തിരുരക്തം, കർത്താവിന്റെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യട്ടെ, ആ തിരുജലം കൊണ്ട് അഭിഷേകം ചെയ്യട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മാതാവേ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയുന്ന തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ